കാട്ടുപന്നികളെ പിടികൂടാനുള്ള ശ്രമം അധികൃതരുടെ ഭാഗത്തു നിന്ന് കൊണ്ടുപിടിച്ച് നടക്കുമ്പോഴും ജനവാസ മേഖലകളിലും പ്രധാന റോഡുകളിലും ഇവ കൂട്ടമായി എത്തുന്നത് സ്ഥിരം കാഴ്ചയാണ്. ഇത് കല്ലുകുഴിക്ക് സമീപമാണ് ഇന്ന് രാത്രിയിൽ കൂട്ടമായി ഈ കാട്ടുപന്നികൾ ഇറങ്ങിയത്. ഇവയെ പിടികൂടാൻ പലതരത്തിലും അധികൃതർ ശ്രമിക്കുകയാണ്. എന്നാൽ വെടിക്കാരും മറ്റുമൊക്കെയായി അധികൃതർ രംഗത്തിറങ്ങുമ്പോൾ ഇവ എവിടെ ഒളിക്കുന്നു എന്നുള്ളതാണ് ഇനിയും മനസ്സിലാകാത്തത്. ഒന്നും രണ്ടൊന്നുമല്ല, നോക്കിയേ എത്ര അധികമാണ് കാട്ടുപന്നികൾ ഈ റോഡിലിറങ്ങി നിൽക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. ഈ സമയം ഇരുചക്ര വാഹന യാത്രികരാണ് ഇതുവഴി വരുന്നതെങ്കിലോ ഇവയുടെ മുന്നിൽ പെട്ടുപോകുന്നതെങ്കിലോ ഇവരുടെ അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. തീർച്ചയായും അപകടമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ കർഷകർക്ക് അവരുടെ കൃഷികളൊക്കെ കൃത്യമായി കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിലുണ്ട്. കൂട്ടമായി എത്തുന്ന ഈ കാട്ടുപന്നി കൂട്ടങ്ങൾ ഇവ നശിപ്പിച്ചു കളയുകയാണ് പതിവ്. മാസങ്ങളോളം കഷ്ടപ്പെട്ട് പണിയെടുത്ത് വിളവെടുക്കാറാകുമ്പോഴാണ് കാട്ടുപന്നി കൂട്ടങ്ങൾ ഈ കൃഷി നശിപ്പിച്ചു കളയുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അധികൃതരുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ശക്തമായ നടപടികളാണ് ഉണ്ടാകേണ്ടുന്നത്. കാരണം ഇവ ആളുകളുടെ ജീവനും സ്വത്തിനും ഒരുപോലെ ഭീഷണിയാക്കിക്കൊണ്ട് സ്വൈര വിഹാരം നടത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. കണ്ടേ, കന്നുകാലി ചന്തകളിൽ കന്നുകാലികൾ കൂട്ടമായി പോകുന്നത് പോലെയാണ്, അതുപോലെ തന്നെ വനം പ്രദേശങ്ങളിലൊക്കെ പോകുന്നത് പോലെയാണ് വനം പ്രദേശമൊന്നും അല്ലാത്ത നമ്മുടെ ഭാഗങ്ങളിൽ ഇങ്ങനെ കൂട്ടമായി കാട്ടുപന്നികൾ എത്തുന്നത്. ഇവയെ വേരോടെ പിഴുതു കളയുക എന്നുള്ളത് ചിലപ്പോൾ അസാധ്യമായിരിക്കും, ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നായിരിക്കും. പക്ഷേ ഒരു പരിധിവരെയെങ്കിലും ഇവയെ അമർച്ച ചെയ്യാനുള്ള ശ്രമങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം മനുഷ്യ ജീവൻ ഏറ്റവും വിലപ്പെട്ടതാണ്. അവ സംരക്ഷിക്കുന്നതിനായിരിക്കണം അധികൃതർ മുൻഗണന കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമുക്ക് അധികൃതരോട് പറയാനുള്ളത്.